നമസ്കാരം, ഞാൻ അനൂപ് പെരുമ്പാവൂർ. സങ്കീർണമായ രോഗനിർണയം നടത്തുന്ന സമയത്ത് അതിൽ 80% പരാജയമാണെന്നുള്ളതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മറുനാടൻ പുറത്തുവിട്ട ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. മനുഷ്യ ഡോക്ടർമാരെ കടത്തിവിട്ടാൻ AI ഡോക്ടർമാർ. ആ ഒരു വീഡിയോ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വീഡിയോ ആണത്. അത് വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. കൃത്യമായിട്ട് നമ്മളത് കേൾക്കേണ്ടതും അതുപോലെ അതിനെക്കുറിച്ച് വിലയിരുത്തേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യം, അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ AI ഡോക്ടർമാർ നമ്മളുടെ ഡോക്ടർമാരുടെ ആ ഒരു സ്ഥാനമൊക്കെ കൈകാര്യം ചെയ്യാൻ പാകത്തിന്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്ഥാനം ഏറ്റെടുക്കത്തക്ക രീതിയിൽ ഒരുപാട് മാറ്റങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. അതായത് ഡോക്ടർമാരുടെ പണി തെറിക്കും എന്നുള്ളത് തന്നെയാണ് 100% അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ പണി പോകുന്നത് തന്നെയാണ്. അപ്പോൾ അത് വലിയൊരു ചേഞ്ചാണ് നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജീവിത സാഹചര്യത്തിലൊക്കെ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ അത് കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കത് കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏകദേശം ഒരു 10 രോഗികളെ പരിശോധിച്ച സമയത്ത് അതിനകത്ത് ഡോക്ടർമാർ കൃത്യമായിട്ട് രോഗനിർണയം നടത്തിയത് 2 രോഗികളെയാണെന്നാണ് പറയുന്നത്. 10ൽ 2 പേരുടെ രോഗനിർണയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അതോടൊപ്പം തന്നെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, AI ഡോക്ടർമാർ രോഗനിർണയം നടത്തിയ സമയത്ത് 8 പേരുടെയും രോഗം നിർണ്ണയിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് വലിയ ഒരു കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, ഒരു 10 പേരിൽ 2 പേരുടെ രോഗനിർണയം ഡോക്ടേഴ്സ് കൃത്യമായി പ്രവചിച്ചു എന്ന് പറയുമ്പോൾ ബാക്കി 8 പേരുടെയും, അതായത് 80% ആളുകളെയും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. രോഗം അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ രോഗത്തിനുള്ള ട്രീറ്റ്മെൻറ്റോ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അത് നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ 80% ആളുകളെ ചികിത്സിക്കുന്നത് രോഗം അറിഞ്ഞിട്ടല്ല, രോഗത്തിനല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ശരിക്കും ഇതൊന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയല്ലേ? തീർച്ചയായിട്ടും നമ്മളുടെ ആരോഗ്യം അല്ലേ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. അതായത് 80% ആളുകളെ ചികിത്സിക്കുന്നത് ആ ഒരു രോഗം നിർണ്ണയിച്ച ശേഷമല്ല, അല്ലെങ്കിൽ രോഗത്തിന് വേണ്ടിയല്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആകാംക്ഷ, ഉത്കണ്ഠ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളുടെ ആ ഒരു ജീവിതം, ലൈഫ് ആണ് നമ്മൾ ആ ഒരു ഡോക്ടർമാരുടെ മുന്നിൽ കൊടുത്തുകൊണ്ടിരുന്നത് അല്ലേ? 20% രോഗികളിൽ മാത്രമേ ആ ഒരു രോഗനിർണയം കൃത്യമായിട്ട് നടത്തുകയും അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നുള്ളതും പറയുന്ന സമയത്ത് വളരെ ഒരു ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുള്ള ഒരുപാട് കാരണങ്ങളുണ്ടാവാം. കാരണം ഇപ്പോൾ ഒരു പരിധിവരെ ചിന്തിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകളുടെ അഭാവം തന്നെയാണ് തീർച്ചയായിട്ടും അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നൊരു പ്രധാന വിഷയം അല്ലേ? ആ ഒരു ഡിഗ്രി എടുക്കുക എന്നതിലപ്പുറം ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കുറവ് തന്നെ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അത്രത്തോളം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം വളരെ ഭീതിദായകമായ ഒരു അവസ്ഥയാണ് ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ബുദ്ധിജീവികളും ചാനൽ അവതാരകരും ഈ ഒരു വിഷയം ഗൗരവമായി എടുക്കട്ടെ എന്നും വളരെ വലിയ രീതിയിൽ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരട്ടെ എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അവരത് ഏറ്റെടുത്തില്ലെങ്കിൽ നമ്മൾ തന്നെ ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഇനി ഈ ഒരു വിഷയത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് വലിയ ഒരു കർത്തവ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഒരു നമുക്ക് ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് സമയമില്ല, അങ്ങനെ വലിയ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മേഖലയിലുണ്ട് അല്ലേ? തിരക്കേറിയ ജീവിതത്തിൽ ഒരു പരിധിവരെ വ്യായാമം ചെയ്യാനുള്ള സമയമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കൃത്യസമയത്തിന് ഉറങ്ങാത്തൊരവസ്ഥ. അപ്പോൾ ഒരുപാട് ആളുകൾ മൊബൈലൊക്കെ കണ്ടുകൊണ്ട് രാത്രിക്ക് ഒരുപാട് നേരം മൊബൈലൊക്കെ കണ്ടുകൊണ്ട് ആ ഒരു ഉറക്കം തീരെ കുറഞ്ഞൊരവസ്ഥ, അല്ലെങ്കിൽ ആ സമയത്തിന് ഉറങ്ങാത്തത് കൊണ്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ അങ്ങനെ പല വിഷയങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാണാനുണ്ടല്ലേ? ഒരുപാട് മാലിന്യങ്ങൾ നിറഞ്ഞ ഫുഡും അല്ലെങ്കിൽ കെമിക്കൽസും ഒക്കെ നിറഞ്ഞ ഫുഡും ഒക്കെയാണ്, വിഷാംശം നിറഞ്ഞ ഫുഡ്, പച്ചക്കറികളൊക്കെയാണ് നമുക്ക് ഒരുപാട് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ പറയുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരുപാട് വിഷാംശങ്ങളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നു. അതുപോലെ പൊല്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഓരോരുത്തരും മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 20% ആളുകൾക്ക് മാത്രമേ ഒരു ഒരു ഗൗരവമുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ 20% ആളുകളുടെ രോഗനിർണയം മാത്രമേ സാധ്യമാകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ആശുപത്രിയിൽ പോവാതിരിക്കുക എന്നുള്ളതാണ് എന്നെപ്പോലെയുള്ള ആളുകളൊക്കെ കൂടുതലായിട്ട് ചിന്തിക്കുക.
അപ്പോൾ നമുക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു സമയത്ത് ചെയ്യേണ്ടതെന്നുള്ളത് തന്നെയാണ് ഞാനും കണക്ക് കൂട്ടുന്നത്. ഞാനിത് കേട്ട സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോവാതിരിക്കാനുള്ള മാർഗ്ഗം എന്താണെന്നുള്ളതാണ് ഞാനും കണക്ക് കൂട്ടിയിരുന്നത്. ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിൽ പോയും ഒരുപാട് പൈസ അതിന് വേണ്ടിയിട്ട് ചിലവാക്കുകയൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയില്ലാതെ ആളുകളുടെ ആ ഒരു അവസ്ഥയൊക്കെ, പല രോഗികളും കിടന്നും ഒക്കെ കാലം കഴിക്കുന്ന ഒരുപാട് അവശതയിലും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ആരോഗ്യം നിലനിർത്താൻ പറ്റാത്ത സാഹചര്യമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ പൈസ ഉള്ള ആളുകൾ, നല്ല രീതിയിൽ പൈസ ഉള്ള ആളുകൾക്കും അല്ലെങ്കിൽ ഇടത്തരക്കാരായ ഒട്ടും പൈസ കുറവുള്ള ആളുകളെ സംബന്ധിച്ച് ഈ പറയുന്ന ഒരുപാട് പിരിവുകളൊക്കെ നടത്തിയിട്ടൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്ന സമയത്തും, ഇപ്പോൾ ഇന്നലെ എന്നെ ഞാനൊരു ആളെ ബന്ധപ്പെട്ട സമയത്ത് ഒരു 1.5 വർഷം മുമ്പ് വലിയൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ് ഒരു കുട്ടിക്ക്, കുഞ്ഞു കുട്ടിക്ക്. അപ്പോൾ ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നും ആ കുട്ടിക്ക് ഒരു സാധാരണ കുട്ടിയുടെ ഒരു ലെവലിലേക്കൊന്നും വരാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായിട്ട് ആരോഗ്യം സംരക്ഷിച്ചില്ലെങ്കിൽ എല്ലാവർക്കും അതൊരു ബാധ്യതയായിട്ട് മാറി നമ്മുടെ ജീവിതം നരകതുല്യമായിട്ട് മാറുന്ന ഒരു ലെവലിലേക്കൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും വെൽനസ്സിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എക്സസൈസൊക്കെ കൃത്യമായിട്ട് ചെയ്ത് ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ നിർവഹിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും ചെയ്യുക എന്നുള്ളതാണ്.